അരമണിക്കൂർ ലേറ്റായെങ്കിൽ കത്തി പിടിച്ചിട്ട് കേട്ടോണ്ട എടുക്ക് പോയ ലേറ്റായ എൻ്റെ ഇപ്പൊ ചെന്ന എടുക്കങ്ങ് പോയി 400 ചില്ലറ ഷുഗർ ഉണ്ട് ഇപ്പൊ അടക്ക് വന്നെ പണ്ടേ ചെല്ലെങ്കിൽ അല്ലേ എടുക്കെങ്കിലും പോയിരാൻ ഇപ്പൊ എടുക്ക് പോന്നെ ഈ രൂപത്തിൽ ഇടങ്ങേറാക്കുന്നത് ഉമ്മാ സ്വർഗം വേണോ നിനക്കുമ്മാന്റെ പൊരുത്തമല്ല ഉപ്പാന്റെ പൊരുത്തമല്ല അതിനേക്കാളും വലുത് നിന്നെ കെട്ടിയ ഭർത്താവിന്റെ പൊരുത്തമാണ് ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത അയ്യുമംറഅത്തിൻ മാതത് ഒരു പെണ്ണ് മരിച്ചുപോയാ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് പൊരുത്തപ്പെട്ടവനാ എന്നാൽ അവൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിന്റെ സ്വർഗം അവളുടെ ഭർത്താവാണ് ഒരു പെണ്ണിന്റെ എല്ലാ വിജയവും അവളുടെ ഭർത്താവാണ് ഭർത്താവിനെ ചെറുതാക്കി പറയരുത് അപ്പുറത്തെ വരക്കാരത്തിയോട് ഏതായെങ്കും നിന്റെ മാപ്പണ്ട് അത്ര ഉസാറ് മതിയല്ല ഓക്ക് പിന്നെ ഡൗട്ട് അതെങ്ങനെ ഓക്കറിഞ്ഞെന്ന് അങ്ങനെ കളാട്ടാന്ന് പലതും പറയുന്ന അങ്ങനെയൊക്കെ ആവരുത് നമ്മൾക്ക് അല്ലാഹു കനിഞ്ഞേകിയ ഭർത്താവില്ലേ ആ ഭർത്താവിന്റെ കുറ്റവും കുറവും പറയാൻ ഇല്ലറ നിന്റെ അളിയാക്ക എന്ത് ചെല്ലിങ്ങോ അയാളൊരു ഗബ്ബൂസ് പോലത്തത് എന്ത് ചെല്ലിങ്ങോ അർത്ഥാന്നില്ലായിരിക്കും നിന്റെ അളിയാക്ക അങ്ങനെ നീ ബേജാറാക്കണ്ട ആരോട് ആങ്ങളുടെ കൂടെ നിന്നിട്ട് കെട്ടിയ ഭർത്താവിനെ ചെറുതാക്കുന്നവരുണ്ട് എൻ്റെ ആങ്ങളെ അത് തന്നിട്ടില്ലേ എൻ്റെ ആങ്ങളെ ഇത് തന്നിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ആക്ഷേപം പറയുന്നവരുണ്ട് വേണ്ട വേണ്ട നീ എന്ത് ചെയ്തു കൊടുത്താലും എത്ര വലിയ സേവനം ചെയ്താലും എത്ര നിന്റെ സ്വർണങ്ങൾ വിറ്റ് തീർത്തിട്ടുണ്ടെങ്കിൽ പോലും ഇല്ല ഭർത്താവിന്റെ മനസ്സ് നോയിക്കല്ല ചില ഭർത്താക്കന്മാരുടെയൊക്കെ സങ്കടം ഉസ്താദേ മനോഹരമായി നോക്കുന്നുണ്ട് ഭക്ഷണത്തിന് കുറവില്ല സൗകര്യത്തിന് കുറവില്ല എന്തിനും വീട്ടിൽ കുറവില്ല പക്ഷേ അവളാണെങ്കിൽ ഒരു സമാധാനം തരുന്നില്ല ഒരു സന്തോഷം തരുന്നില്ല വെക്കേഷന് നാട്ടിൽ വന്നാൽ എല്ലാ ദിവസവും പണക്കമാണ് എല്ലാ ദിവസവും കച്ചറകളാണ് എല്ലാ ദിവസവും ബേജാറാ നാട് വിട്ടു പോകാൻ തോന്നുന്നു ഒന്നും വേണ്ടാന്ന് തോന്നുന്നു കുടുംബത്തോട് അറുപ്പ് വരുന്നു ഗൾഫിൽ തന്നെ നിൽക്കാൻ തോന്നുന്നു ഉമ്മമാരെ അങ്ങനെ ആയിപ്പോകരുത് നമ്മുടെ ഭർത്താക്കന്മാരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജോബ് സംബന്ധമായി ബിസിനസ് സംബന്ധമായി ആരോഗ്യ സംബന്ധമായി കട സംബന്ധമായി മറ്റു പലതും നമ്മെ അറിയിക്കാതെ അവർ പിടിച്ചു വെച്ചിട്ട് ത്യാഗം ചെയ്തുകൊണ്ടിട്ട് ഈ കുടുംബം പോറ്റി വളർത്തുമ്പോ ഒരു സപ്പോർട്ടറായി നിങ്ങൾ നിന്ന് കൊടുക്കണം നല്ലോണം സപ്പോർട്ട് ചെയ്യുക ഭർത്താവിനെ ആശ്വസിപ്പിക്കുക ഭർത്താവിനെ സന്തോഷിപ്പിക്കുക അത് വീടാവട്ടെ അത് വാഹനമാവട്ടെ അത് സൗന്ദര്യമാവട്ടെ ഏതൊരു പേരിലും ഭർത്താവിനെ നീ സങ്കടപ്പെടുത്തിയിട്ട് വാങ്ങുന്നതില് ഭർത്താവിന്റെ അസമാധാനത്തില് ഒരു ഖൈറുമില്ല കേട്ടോ നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല കേട്ടോ ഒരു ഭർത്താവിൻ്റെയും മനസ്സ് നോവിക്കരുത് അള്ളാഹു നമുക്കെല്ലാം നല്ല കുടുംബജീവിതം നൽകട്ടെ അതുപോലെ ഭർത്താക്കന്മാർ അല്ലേ ഭർത്താക്കന്മാരായവർ ഖിയാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ് ഉസ്താദ് എന്നല്ല തങ്ങളെന്നല്ല പ്രസിഡന്റ് എന്നല്ല സോഷ്യൽ വർക്കർ എന്നല്ല ഏറ്റവും നിങ്ങളിൽ നല്ലവനാരാ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാ ഏത് ഭാര്യക്കാണോ പറയാനുള്ളത് എൻ്റെ ഭർത്താവ് ഏറ്റവും നല്ലവനാണ് എൻ്റെ ഭർത്താവിന് എനിക്ക് 1000 ഇഷ്ടമാ എന്ന് പറയുന്ന ഭാര്യയാണ് ഒരാളുടെ ഭാര്യയെങ്കിൽ ആ മനുഷ്യൻ മരിച്ചുപോയാൽ അവന് സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലാ എന്തേ ഏറ്റവും നല്ലവൻ ആളുകൾ നാട്ടിലൊക്കെ നല്ലത് ചെയ്യും എല്ലാവർക്കും ഉപകാരം ചെയ്യും പോയടത്തെല്ലാം വലിച്ചിട്ട് കൊടുക്കും സദക്ക ഭാര്യയെ കൊടുക്കല്ല ഓളെ പൊന്ന് പണയം വെച്ചിട്ടാണ് സദക്ക കൊടുക്കുന്നത് ആളുകൾ അങ്ങനെയുണ്ട്
ഭാര്യമാർക്ക് മര്യാദക്ക് തിന്നാൻ കൊടുക്കൂല, മര്യാദക്ക് പാല് വാങ്ങിക്കൊടുക്കൂല, മര്യാദക്കൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. നാട്ടുകാർക്ക് എല്ലാവർക്കും അല്ലെ, നാട്ടുകാർക്ക് എല്ലാവരും അല്ലെ ഉപകാരം ചെയ്യുന്ന, സോഷ്യൽ വർക്ക് ചെയ്യുന്ന, മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം ഭാര്യയോട് സ്നേഹമില്ല, സ്വന്തം ഭാര്യയോട് ഇഷ്ടമല്ല. ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കണം ഭർത്താവായവൻ. പെണ്ണുങ്ങൾക്ക് കുറെ വിഷയം പറയാനുണ്ട്, കാര്യമായിട്ടെല്ലാം എന്തും ഇരിക്കുന്നില്ല, കഥ എന്തില്ല ആയെങ്കിലും നിങ്ങൾക്കൊരു ബിസി അറിയോ? ഇല്ല. മുഞ്ഞാന്ന് ഞാൻ മംഗലത്തിന് പോയിട്ടുണ്ടായല്ലേ? പോയിട്ടുണ്ടായി. എന്തോ ഗുൽമാൽ നിങ്ങൾ കേട്ടോണ്ടേ ഉണ്ട്. പിന്നെ കേക്കുന്നല്ലേ? കേക്കുന്നു. എല്ലാം കേട്ട് ചെല്ലി കുറേ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ എന്തില്ല, ബിരിയാണിക്ക് കച്ചമ്പർ കിട്ടിയിട്ടില്ല. ബിസി എന്താണ് അല്ല, ആനക്കുതിര എന്തില്ല, ഈനെയാണ് നിങ്ങൾക്കൊരു ബിസി അറിയോ? മുഞ്ഞാന്ന് ഞാൻ മംഗലത്തിന് പോയിട്ടുണ്ടായി അല്ലേ? അങ്ങനെ എല്ലാം ചൊല്ലിട്ട് വലിച്ചോണ്ട് പോയിട്ട് വലിയ കഥ. പിന്നെ വരുന്ന വലിയ വിശേഷമാക്കിയിട്ട് എൻ്റെ ആർട്ട് ഫൈലായിട്ട് ഞാനായിട്ടായിട്ട് എന്ത് വിഷയമാണ്? എന്തില്ല, പല്ലി തുള്ളിനെ മീത്തെന്തായക്ക് വിലക്കോ ആർട്ട് ഫൈലാന പോലത്തെ എന്താണ് കുതിര എന്തില്ല. അപ്പൊ ഇത് ഈ മനസ്സിൽ വെക്കാൻ പെണ്ണിന്റെ മനസ്സ് അല്ലേ. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ സീക്രട്ടുകൾ നീ പെണ്ണുങ്ങളോടും പറയണ്ട, കുട്ടികളോടും പറയണ്ട. അത് സീക്രട്ട് പോയിട്ട് സീക്രട്ടായിട്ട് അത് അപ്പുറത്തേല പോയിട്ട് ഇപ്പുറത്തേല വരുന്നു. ആരോടും ചെല്ലണ്ടായിട്ട് എല്ലാവരോടും ചെല്ലുന്ന അല്ലേ. പിള്ളറും പെണ്ണുങ്ങളോട് നീ എന്താക്കണ്ട, സീക്രറ്റ് പറയണ്ട, ആരോടും പറയണ്ട. ഇവ രണ്ട് കൂട്ടരോട് കഴിവിന്റെ പരമാവധി പറയണ്ട എന്ന് ലുക്മാനുൽ ഹക്കീം തങ്ങളുടെ വസിയത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം പെണ്ണുങ്ങളുടെ വിടക്ക് ബായ് പറക്കോട്ടെ എന്ന് ചൊല്ലിയല്ല. പിന്നെ അങ്ങനെയാ വീഴ്ത്ത പെണ്ണുങ്ങൾ, ഭാര്യ നല്ല പെണ്ണുങ്ങൾ, ഉസ്കു ദമ്മുണ്ടാ, നല്ല അച്ചടക്കമുള്ള പെണ്ണുങ്ങൾ അള്ളാഹു ബർക്കത്താക്കട്ടെ. ചിലയിടത്തല്ല ബയാലിനി പെണ്ണുങ്ങൾ വരുന്ന തന്നെ ഇത് കഥ പറയാനും കജ്ജാനെ നോക്കാനും അജ്ജാനെ നോക്കാനും. നീ എന്നിൻ്റെ അതിനെ വണ്ണം വെച്ചിട്ട് നീ എന്തായാലും നോക്കാം, നിന്റെ മൊയിരമ ഞാൻ സ്റ്റേറ്റസിലിട്ടത് കൊണ്ട് നോക്കാം കഴിച്ചതിന്. ഇതെല്ലാം കണ്ടിട്ട് 4 ഉപ്പിലിട്ടതും 4 കച്ചമ്പറും മറ്റേത് ചർമുരി എല്ലാം ഉണ്ടല്ലോ, ചർമുരിയെല്ലാം ഇല്ലേ, ഇതെല്ലാം തിന്നിട്ട് റാത്തായിട്ട് പോകാൻ. ഇവിടെ നോക്കുമ്പോൾ വീഴ്ത്ത പെണ്ണുങ്ങൾ ഉസ്കു ദമ്മു ഉണ്ടായില്ലേ എന്ന് അറിയുന്നില്ല. നല്ല പെണ്ണുങ്ങൾ സുബൈ കട്ടൽ അള്ളാഹു ബർക്കത്താക്കട്ടെ. എങ്ങനെ അങ്ങ് പോണല്ലേ ഇടുന്ന അല്ലേ. അപ്പൊ എന്താക്കുക, ഭാര്യമാരിൽ നിന്ന് കേൾക്കുന്നവനാകണം, എല്ലാവരുടേതും കേൾക്കണം. ഭാര്യമാരുടെ സങ്കടവും സന്തോഷവും നമ്മൾ കേൾക്കണം. ഇരുന്നിട്ട് ഇങ്ങനെ മൂളിക്കോണ്ട് വേണം. എന്ത് ചെല്ലെങ്കിലും ഒക്കും, ശരി അല്ലാന്ന് ചെല്ലിങ്ങല്ലേ ഉൽമാല ഒക്കും, ഒത്തങ്ങായി വേറെ എന്ത് വിഷയമില്ല. ആയങ്കു ആവും ആയില്ലാങ്കു ഒക്കണോ, ഒക്കൂ അതേ. അങ്ങനെ ചൊല്ലിക്കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ അയച്ചിട്ടുണ്ടായി. ഓള് പോയിട്ട് ഉള്ളിലുണ്ട്, ഒക്കു നെല്ലിക്കൊണ്ടേ ഉണ്ട് ഇവിടെ. ഓള് പോയിന് ബിസിയല്ല തീർന്നിട്ട് ഓടെ ഇരുന്നിട്ട് എന്തായിക്കൊണ്ട് ഒക്കിക്കൊണ്ടേ ഉണ്ട്. അത് മൊബൈൽ നോക്കിക്കൊണ്ട് അല്ല, ഞമ്മങ്ങനല്ലേ മുണ്ടുന്നേ, ഇതിനപ്പുറം ആയിക്കൊണ്ട് മുണ്ടുന്നു. അങ്ങനെയല്ല, മുഖത്തോട് മുഖം നോക്കി നിന്റെ ഭാര്യയോട് ഇരുന്നീ സമയം കളയാത്തവനായാൽ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നിട്ട് കാര്യമില്ല, സോഷ്യൽ വർക്കിന് കാര്യമില്ല, രാഷ്ട്രീയത്തിന്റെ ഓട്ടച്ചാട്ടത്തിന് പ്രതിഫലമില്ല അല്ലേ. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. നിന്റെ ഭാര്യയോട് നീ നല്ല ഭർത്താവാണോ, എന്നാ നീയാണ് ഈ നാട്ടിലേറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അവനവന്റെ ഭാര്യയോട് ഇഷ്ടം വെച്ച് സംസാരിക്കുക, അവനവന്റെ ഭാര്യയെ സന്തോഷപ്പെടുത്തുക. അവനവന്റെ ഭാര്യയെ കിട്ടിയത് ഇനിയിപ്പെന്ത് പറഞ്ഞിട്ടും ഗുണമുണ്ടാ. ഇതിനെ കൊണ്ടുപോയിട്ടല്ലേ. ഇതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു ബജാജ് ഫൈനാൻസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുത്തിനും കുറച്ച് തിരിച്ചു കൊണ്ടോട്ടിയല്ലേ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അടുത്ത് ഒരാളോട്ട് പൊതു ഉണ്ടാന്ന്. പൊതുവാ നീ എന്ത് വേണമെങ്കിൽ നീ ആക്ക്, നിന്റെ കാല് വേണം പിടിക്കുന്ന പൊതുവിൻ്റെ ഒരു വഴിപാട്ട് ഞാനില്ല. അപ്പോൾ എന്തേ ജാഗങ്ങ് ബിട്ര കാറങ്ങ് 2-3 ലക്ഷം ലോസ് അത്ര പോയി കൊടുക്കാം. ഈനെന്താക്കുന്ന എന്തെങ്കിലും ആക്കാൻ പറ്റുക അല്ലേ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പൊതുവിൻ്റെ വിഷയത്തിനില്ല ഒരാളുണ്ട്. അങ്ങനെയുണ്ട് ചില വിഷയങ്ങളൊക്കെ. അത് പിന്നെ വിഷയം അല്ലാത്തല്ല, എന്താക്കിയെങ്കിലും നേരെ അങ്ങ് ചെന്ന് ഓളെ തലയിത്ത് നല്ല ഉണ്ടായി. ആരെ തലയിത്ത് ശരിയാങ്ക് ഗലാ ടാങ്ക് അത് മോണ്ടല്ലോ. ഓനം വെച്ചോടെ ബർക്കത്താവല്ലോ, ഹലാക്കായിട്ട് പോകാനും മണ്ണ് തിന്നിട്ട് പോവാനോ. എൻ്റെ മോളെ കൊണ്ടുപോയിട്ട് അവിടെ കുണ്ടിലേക്ക് ഇട്ടിട്ട് തോപ്പിച്ചല്ലേ, ഓൻ അറിഞ്ഞിട്ട് തോപ്പിച്ചല്ലേ. ആര് ബ്രോക്കർ പിന്നെ ചൊല്ലുമ്പോൾ കുറച്ചെല്ലാം ഉപ്പ് പുളി മുളകെല്ലാം ഇടാതെ ചെല്ലെങ്കിൽ ആർക്കും വേണം. മുണ്ടും തന്നെ ചെന്ന് കുറച്ച് എണ്ണ കർമ്മയങ്ങ് താജു നിസ്കരിക്കുന്നു. അതിൻ്റെ അർത്ഥം പാങ്ങില്ല അല്ലേ. പാങ്ങില്ല എന്നല്ലല്ലേ ബ്രോക്കർമാർ. ശരി, എണ്ണ കർമ്മയങ്ങും താജു നിസ്കരിക്കുന്നു, അപ്പോളെ പാങ്ങില്ല എന്ന് മനസ്സിലായിക്കോളണം. അപ്പൊ ഈ രൂപത്തിൽ കുറച്ച് ഭാഗമുണ്ടെങ്കിൽ
എന്ത് ലക്ഷണം ചിരിക്കുമല്ലോ ഇത് എന്ത് വീന്ന് അല്ലേ? ഇപ്പൊ പൈസ കൊടുത്തിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഈ ചന്ത കാണാൻ വേണ്ടി ഉള്ളിലേക്ക് ഗുളി അതെടുത്തിട്ട് കൊണ്ടെടുത്തിട്ട് വാങ്ങാണിക്കുന്ന ആ രൂപത്തിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കിട്ടിയ ഭാര്യ അള്ളാഹു കണക്കാക്കി തന്നവളാണ്, റബ്ബ് തആല കണക്കാക്കി തന്നവളാണ്. അത് ചിലപ്പോ എന്റെ അടുത്ത് ക്യാമറാമാൻ ചൊല്ലിയല്ല ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല എന്തേന്ന് ഞങ്ങക്ക് ബേജാറാന്ന്. ആരെ പെണ്ണിനെ കാണുമ്പോ ആണിനെയും കാണുമ്പോ ഓന് കിട്ടേണ്ടിയ പെണ്ണല്ല. അപ്പൊ ഓനോട് കേട്ടാലേ എന്തേന്ന്. അപ്പൊ ഓൻ പറഞ്ഞാലേ പുതിയാപ്പിളെ എന്റെ കണ്ണെടുത്തിട്ട് നിങ്ങക്ക് വെച്ചെങ്കറിയോളെ സൗന്ദര്യന്ന്. അത് പിന്നെ ഇങ്ങനെ ഇഷ്ടത്തിലല്ല പെട്ടെങ്കിൽ പിന്നെ സൗന്ദര്യം എന്തു കണ്ണും കാണുന്നില്ല കാതും കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഈ പ്രേമത്തിലല്ല കുടുങ്ങിയെങ്കിൽ 143 അടിച്ചിട്ട് തുടങ്ങിയെങ്കിൽ പോന്ന സീത അത് എയിലല്ല പോന്ന് എന്തെല്ലാം ചെന്ത് വിഷയമില്ല. അള്ളാഹു സലാമത്താക്കട്ടെ. അതുകൊണ്ട് കിട്ടിയ ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവർ, നല്ല സ്വഭാവക്കാരനാരോ അവനാണ് നാട്ടിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഭാര്യമാരായി വന്നവൾ അവൾ നമ്മെപ്പോലെ അത്രയും ബുദ്ധിയുള്ളവളാകണമെന്നില്ല, തൻ്റെ ഇടമുള്ളവളാകണമെന്നില്ല. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവളാ, നിന്റെ മക്കളെ പ്രസവിച്ചവളാ, നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവളാ, നിന്നെയും കാതോത്തിരിക്കുന്നവളാ. അവളുടെ ഫോണ് നീ അറ്റൻഡ് ചെയ്യാതിരിക്കണ്ട. എന്തോ അർജന്റീനാക അതല്ല, ചില ആൾക്ക് അല്ല. പിന്നെ ചില പെണ്ണുങ്ങൾക്ക് സംശയോ എടുക്ക് പോയാന്തോ അപ്പ വിളിക്കുന്ന അല്ലേ, മിക്സി ഓണാക്കുന്നതല്ലേ ചെല്ല് പോലെ ഇടക്കിടക്ക് വിളിച്ചോണ്ട് കേൾക്കുന്ന നിങ്ങൾ ഓടക്ക് പോയിനി അല്ല എടുക്ക് പോയിനി എന്നല്ല. അങ്ങനെ സംശയം എന്ന് പറഞ്ഞെങ്കിൽ പെണ്ണുങ്ങൾ ചെല്ലുന്നില്ല എന്ന് മാത്രമേ സംശയത്തിന്റെ ഗോഡൗൺ ഓരോരുത്തരും അത്ര സംശയമുണ്ട് ചില ആൾക്കല്ല. സംശയം എന്ത് ചെലിട്ടോണില്ല എടുത്തോ. ഉറക്കില് കിനാവ് കണ്ടിട്ട് ചിരിച്ചാലെടുത്തോ. ഒരാണായോ കിനാവ് വേറെ അങ്ങനെ ചിരിക്കുന്നത്ര സമാധാനം ഇല്ല ജീവിതത്തിൽ. അങ്ങനെ കിനാവ് കണ്ടിട്ട് ചിരിച്ചിട്ടാകുമ്പോ ഒന്നേ അവള് വിളിച്ചിട്ട് മര്യാദക്ക് ചെല്ലണം. ആരോട് ചിരിച്ചിനേ? ചിരിച്ചിനാരോട്? ഓൻ പറഞ്ഞാൽ കിനാവ് വെക്കൂ. കിനാവിൽ ആരെ കണ്ടിനെ നേരെ ചെല്ലി. ആരെ കണ്ടിന്? ഞാൻ എന്തോ ആക്കുന്നില്ല, നേരെ ചെല്ലി. നിങ്ങൾക്ക് കിനാവിൽ ആര് കണ്ടിനെ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ സംശയം അല്ലേ? ഹൈനി വേറെ മരുന്ന് എന്തില്ല. ഹൈനി വേറെ മരുന്ന് ആരോടെങ്കിലും ഒന്ന് കാണിച്ചിട്ട് വേറെന്തെങ്കിലും ആക്കേണ്ടി വരും. അങ്ങനെ സംശയമുള്ളത് എന്തുമാകാം, ഏതുമാകാം. അവളൊരു പക്ഷേ നിന്നെ പോലെ ആകണമെന്നില്ല, നീ കരുതിയ പോലെ ആകണമെന്നില്ല. പക്ഷേ നല്ല 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 വാക്കുകള് നല്ല സ്മൂത്തായ വാക്കുകൾ അവളോട് പറയണം. ഭാര്യയോട് പറയുമ്പോ ജഡ്ജി ഓർഡർ ആക്കിയ പോലെ അങ്ങനെയല്ല, SI പാസ്സാക്കിയപ്പോ അങ്ങനെയോ അല്ല, പോലീസിനെ പോലെയല്ല. നല്ലവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കടന്നു വന്നവളല്ലേ. ആ പെണ്ണിനോട് നിനക്ക് വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന സ്നേഹവും സന്തോഷവും അത് ജീവിതത്തിലൂടെ കാണിക്കാൻ, പറയാൻ, അവരെ സന്തോഷിപ്പിക്കാൻ, അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ ഉണ്ടാകണം, സമാധാനിപ്പിക്കാൻ വാക്കുകൾ ഉണ്ടാകണം. അവർ കുറവുകൾ പറഞ്ഞേക്കാം. സ്ത്രീകളാകുമ്പോ പെണ്ണുങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടല്ലോ കുറവ് ജാസ്തി, എന്താക്കിയെങ്കിലും കുറവ്. കുറെ മുണ്ടിയെങ്കിലും കുറവ്, മുണ്ടില്ലെങ്കിലും കുറവ്. കൊണ്ടുപോയെങ്കിൽ ചെല്ലാതെ കൊണ്ടുപോയെങ്കിൽ എന്നോട് ചെല്ലെങ്കിൽ ഞാൻ വരില്ല, ഞാൻ ചെല്ലാതെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വരും, എന്തെങ്കിലും എടുത്തോളാഞ്ഞല്ല എന്തെങ്കിലും. അപ്പൊ എന്തായാലും കുറവൊക്കെ ഉണ്ടാകും. അത് പെണ്ണായിട്ട് അല്ലാഹു അതാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പെണ്ണുങ്ങളെ പോലെയല്ല ആണ് പെണ്ണിനെ പോലെയല്ല. എന്തിലുമല്ല ഏതിലുമല്ല വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണ് അവൾ നമ്മെപ്പോലെയുള്ളവരല്ല. നമ്മെപ്പോലെ മനസ്സിലാക്കാൻ, നമ്മെപ്പോലെ ചിന്തിക്കാൻ, നമ്മെപ്പോലെ പ്രവർത്തിക്കാൻ അവളുടെ മനസ്സിൽ ഒരുപാട് വികാരങ്ങളും വിഷമങ്ങൾ, സങ്കടങ്ങളും, ബുദ്ധിമുട്ട്, ബേജാറുകളും ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ ഭർത്താവായി മനുഷ്യന് 1.5 മണിക്കൂർ ഇരുന്ന് കിട്ടണമെന്ന് സംസാരിക്കാൻ. ഒന്ന് അവളോട് മുഖത്തോട് മുഖം നോക്കി അടുത്തിരുന്ന് ഭക്ഷണം കൊടുത്ത് കുടുംബത്തിൽ ബറക്കത്ത് വേണോ, കുടുംബത്തിൽ സമാധാനം വേണോ, കുടുംബത്തിൽ സന്തോഷം വേണോ,
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ? ഭാര്യയുടെ കൂടെ ഇരുന്ന്, മക്കളുടെ കൂടെ ഇരുന്ന്, ഉമ്മാന്റെ കൂടെ ഇരുന്ന്, ഉപ്പാന്റെ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ? അങ്ങനെയാണ്. ഇന്നിപ്പോ 3 നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് ഭാര്യന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാളെന്ന് കൈപൊക്കിയ നോക്കട്ടെ, സുബൈക്കട്ടെ. ഇല്ല, യസിക്കാന്നാ ഒരാൾ അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്താക്കട്ടെ. ചില ആൾക്ക് പേടിയാന്ന്. നിങ്ങൾ നിന്നോട് കൈപൊന്തിച്ചേ ജോറുണ്ടാ പെരക്കെത്തിട്ടാൻ പോയി പേടിപ്പിച്ചെങ്കിൽ പെരക്കാരത്തി ഒരാള് സുബൈ കട്ടന്റെ മര്യാദ കഴിഞ്ഞ് ഒരാളെങ്കിലും ഉണ്ടല്ല കഴിച്ചിട്ടില്ല. യസിക്കാന്നാ ഈ ജാസ്തി യസിക്കാക്കുന്ന പറയാൻ നമ്പങ്ങാല ഓറാണ് വലിയ ഡേഞ്ചർ അല്ലേ? മങ്ങല വേണ്ട പാട്ട് കൈ അഡ പിടിച്ചോറു. പിറ്റന്ന് 3ാമത്തെ ബിരുന്നിന് പോകുമ്പോൾ തന്നെ കറിക്കൊണ്ട് വന്നു. ആര് വേണ്ടാന്ന്, മങ്ങല വേണ്ടാന്ന്, ഇപ്പൊ വേണ്ടാന്ന് അങ്ങനെ ചെല്ലിയോറു. അങ്ങനെ അല്ലേ? അങ്ങനെ ഉണ്ട് യാറെ ഏസികയുള്ള ഒരു വിശ്വസിക്കും. ഈ അടിക്ക് തലയിലിട്ടിട്ട് മുണ്ടുന്ന ആള് ചില ആളെല്ലാം പറയുന്ന അങ്ങനെ ഔലിയാക്കന്മാർ സ്വാലികളെ പറഞ്ഞല്ലവാ, നമ്മളെ പോലത്തെ ഓർഡിനറിനെ പറ്റി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി ഭാര്യയുടെ കൂടെ, ഉമ്മാന്റെ കൂടെ, മക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആളെന്ന് കൈവയ്ക്കുക. 1, 2, 3, 4, 5, 6 ഏത് ആശയില്ല അങ്ങനത്തെ. ഇതാണ് ചെല്ലിയ വേണ്ട നടക്കിയിട്ട് ഇങ്ങനെ പോയ പോലെ പോട്ട് ഇനി പൊക്കെ ഇരുന്നിട്ട് ഇനി എന്താക്കുന്ന ഒക്കെ ഇരുന്നിട്ട് എന്ത് വേണം അല്ലേ? ട്രെയിനിലാ, ബസ്സിലാ, ഫ്ലൈറ്റിലല്ല പോകുമ്പോ ആരെങ്കിലും പുതിയത് ഗുരുത്വമില്ലാത്ത തരത്ത് ഇരിക്കാൻ കിട്ടിയെങ്കാവും. അല്ലാതെ ഈ മലപ്പോത്തിന്റെ ഒക്കെ തന്നെ എപ്പോൾ ഇരുന്നിട്ട് എന്നിട്ട് എന്താക്കാൻ അല്ലേ? 8 ആള് മതിയാ ഭാര്യന്റെ കൂടെ, ഉമ്മാന്റെ കൂടെ, മക്കളെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ആശ തന്നെ ഇല്ല. ഇനിയിപ്പോ കഴിയാത്തത് വേറെ വിഷയ. ആശയുള്ളവർ കൈ പൊക്കി വരുമ്പോ 8 ആള് കൈ വന്നിച്ചത്ര കമ്മിറ്റിക്കാരുണ്ട്. ആശയില്ല 10. അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന്റെ ബറക്കത്ത്, അതാണ് അതിന്റെ റാഹത്ത്, അതാണ് അതിന്റെ സന്തോഷം. അങ്ങനെ ഇരുന്ന് കഴിച്ചാൽ അവൾ ആരെയും ആശ്രയിച്ചു പോകില്ല, അവൾ ആരെയും തേടിപ്പോകില്ല. പെണ്ണായവളും അങ്ങനെ. പെണ്ണായവള് നിങ്ങ വെക്കി നോക്കാം, ഞാൻ പിന്നെ അങ്ങനെയല്ല. ഒരുമിച്ചിരുന്ന് ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ ഹൽക്കയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നു, ആ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നു, അവർക്ക് അല്ലാഹു സമാധാനം കൊടുക്കുന്നു, അവരിലൂടെ നല്ല സ്വാലിഹീങ്ങളായ മക്കൾ ഉടലെടുത്ത് വരുന്നു. അങ്ങനെയാണ് വേണ്ടത്. അല്ലാഹു തആല നല്ല കുടുംബം നൽകി അനുഗ്രഹിക്കട്ടെ. ഭാര്യയായവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ, വിഷമങ്ങൾ കേൾക്കാൻ, ബേജാറുകൾ കേൾക്കാൻ, സന്തോഷങ്ങൾ കേൾക്കാൻ അല്ലേ? പെണ്ണുങ്ങൾ ഡ്രസ്സെല്ലാക്കിയിട്ട് വരും, ഇങ്ങനെ വരച്ചോണ്ടല്ല കണ്ണാടിന്റെ മുന്നിൽ അരമണിക്കൂർ എല്ലാം ആക്കിയിട്ട് സെട്ടപ്പ് എല്ലാം ആയിട്ട് വരും. വന്നിട്ട് എല്ലാവരും എന്തിനീത് വരുന്നേ? എതിർക്കെതിർക്കെതിർക്കൽ വരും. എന്തിനീ? ഈ ഭർത്താവായ പെടുക്കൂസ് എന്തെങ്കിലും ഒന്ന് ചെല്ലാൻ വേണ്ടി എന്ത് ചെല്ലുന്നില്ല. ലാസ്റ്റോൾ ആ സ്ഥലക്കിട്ട് കെട്ടി അങ്ങനെ കാണുന്നത്. എന്റെ ഉമ്മാമ ഉണ്ടായി ഇങ്ങനെ മാത്രം. എങ്ങനെ നേരായിട്ടൊക്കെ ഞങ്ങൾക്ക് എന്റെ ഉമ്മാമാന്റെ ഓർമ്മയായി. ആയില്ലേ? പോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ നല്ല പാങ്ങുണ്ട് എന്ന് ചെല്ലെങ്കിൽ, പാങ്ങുണ്ട് നിനക്ക് ഇപ്പത്തെ കണ്ണ് കാണുന്ന തൊണ്ടായിട്ട് പാങ്ങുണ്ട് എന്നിന്റെ വിഷയം ഗലാട്ട തന്നെ ഗലാട്ട. അപ്പൊ എന്ത് 20 കൊല്ലം പിന്നെ നിങ്ങൾ ചെല്ലിനെ എന്നെ തൊണ്ടി പോലെ കാണുന്നു. എപ്പോ ഈ പകത്ത പുകയെന്നല്ലേ? ഈനെങ്ങനെ വെച്ചിട്ട് മനസ്സിൽ മുണ്ടുമ്പോ നമ്മളെന്ത് വലിയ ചന്തം കാണല നിനക്ക്. അതിലെ റോട്ടിലെ പോകുന്നതിനും ഇതിലെ മൊബൈലിലെല്ലാം പുതിയതെല്ലാം ലേറ്റസ്റ്റ് നോക്കിയിട്ട് നമ്മളെന്ത് കണ്ണിലേക്കേ പിടിക്കുന്നില്ല. അല്ല, പിടിക്കാത്തതിലും ചെറിയ കാരണങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ നടക്കുന്ന എങ്ങനെ ഏതെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടക്ക് പോയത്ത് കേൾക്കുന്ന ഉസ്താദെ നൈറ്റിനെ ഉൾട്ടയിടാനാന്നാണ്. അതൊരു നാട്ടിൽ പോയപ്പോൾ അടുത്തോടെ എന്നോട് ചെല്ലു ഉസ്താദ് ഒന്ന് വയൽ ചെല്ലുമ്പോൾ ഒരു തമാശ പോലെ ആക്കിയിട്ട് ചെല്ലിരുന്നു ഉസ്താദ് എന്തെന്താക്കി എങ്ങും നൈറ്റ് മാറ്റുന്നേ ഇല്ല. അപ്പൊ ഞാൻ കേട്ട എന്താ മാറ്റുന്നില്ല, മാറ്റാതെ എന്താക്കുന്നത്? 2 നെട്ടിട്ട് 2 നോക്കി ഉൾട്ടയിടുന്നേന്ന്. അല്ല, അവരുടെ ചെല്ലത് എനിക്കറിയല്ലോ ഉൾട്ടയിടാനാന്നാ. എന്നോട് ഒരാൾ കേട്ട് ഉസ്താദിന്റെ പെരക്കാരത്തി അങ്ങനെ ഇടുന്നയാന്ന്. പിന്നെന്ത് സുബ്ഹാന ജല്ല. അങ്ങനെയുണ്ട് ചില ആടെ ബേജാറ് അല്ലേ? പൊരയിലും നല്ല അണിഞ്ഞൊരുങ്ങിയിട്ട് സന്തോഷാകുന്ന രൂപത്തിലുള്ള ജീവിതമാകണം പെണ്ണുങ്ങളും കാഴ്ചവെക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ലാതെ പോയാൽ പോലും നമ്മൾ ധാരാളം ക്ഷമ കൈകൊള്ളേണ്ടവരാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വളരെ ദേഷ്യക്കാരിയാണ്.
രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കുത്തുബായ ഈ ദഫ്റാത്തീബൊക്കെ അവരിലൂടെ ശൃംഖലയിലൂടെ വന്ന പരമ്പരയിലൂടെ വന്ന ആ ഒരു നല്ല റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു രാപ്പകലുകളിൽ ദഫടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദഫിനോട് വല്ലാത്ത മഹബത്താണ്, ദഫിനോട് വല്ലാണ്ട് ഇഷ്ടമാണ്. തവാഫ് ചെയ്യുമ്പോഴും ദഫ്, വീട്ടിലിരിക്കുമ്പോഴും ദഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ മൊബൈലുള്ള പോലെ അല്ല. നമ്മക്ക് കക്കൂസിൽ പോകുമ്പോഴും മൊബൈല് അല്ലേ, പുറത്ത് പോകുമ്പോഴും മൊബൈല്. ചില ആളല്ല കക്കൂസിൽ പോയതിനെ പയ്യക്ക് ഓർമ്മയാക്കണമെങ്കിൽ ബാധല് കുട്ടുമ്പോ തണ്ണി അളക്കാൻ തുടങ്ങുന്നത്ര. അപ്പൊ ചില ആൾക്കല്ല സ്വയം തന്നെ ഇല്ല, ഇരുന്നിട്ട് ആൾക്കെന്നെ വയ്ക്കുന്ന ഉള്ളെടുത്തേക്ക് തന്നെ. ഇത് മൊബൈൽ ഒത്തിയോണ്ട് പോകുന്നതല്ലേ, എന്തെല്ലാം ചൊല്ലുന്ന ഇതിനിടക്കൊറ്റം ചൊല്ലി ഇപ്പുറത്ത് അമ്മ അപ്പുറത്തോ ഇരുന്നിട്ടുണ്ട്. നീ കുറച്ച് പിന്നാക്ക, ഞാനിപ്പോ ട്രാഫിക്കിലുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ. എടാ അപ്പുറത്തെ ഉള്ളിലുണ്ടോ, പള്ളീൻ്റെ കക്കൂസിൽ എന്നിട്ട് ചെന്ന ട്രാഫിക്കിലുണ്ട്. എന്ത് ട്രാഫിക് എന്നായിരിക്കും. ഇങ്ങനെയല്ല ചില അവസ്ഥകളൊക്കെ അങ്ങനെയാണ്. കട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള സംസാരങ്ങളും എല്ലാം അങ്ങനെയൊക്കെ ആവാൻ പാടില്ല. ഏതുമാകട്ടെ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ദഫിനോട് വല്ലാത്ത ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോ ദഫൊക്കെ മുട്ടിയില്ലേ മക്കള്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ദഫ് സുന്നത്താണ്, ദഫ് വലിയ മഹത്വമുള്ളതാണ്. ദഫ്റാത്തീബുകളൊക്കെ മനോഹരമാണ്. അത് വലിയ 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 മുസീബത്തുകൾ നാടിൽ നിന്ന് എടുത്തു മാറ്റാൻ പഴയ കാലത്ത് ദഫ്റാത്തീബുകള് അള്ളാന്റെ ദീനിന്റെ ശത്രുക്കൾ വെള്ളിവിളിച്ചപ്പോ ദഫ്റാത്തീബിലൂടെ വന്നതാണ് ആ കുത്റാത്തീബ്. അങ്ങനെയാണ്, ദഫ്റാത്തീബിന്റെ ഭാഗമാണത്. അങ്ങനെ പലതും പലതും അവർ ചെയ്തു അല്ലേ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ദഫ്നെ വലിച്ചെറിഞ്ഞപ്പോ കഅബാന്റെ മുകളിലൂടെ ദഫ് അങ്ങനെ മുട്ടിയിട്ട് റിഫായി ശൈഖ് തങ്ങളുടെ മുകളിലൂടെ പോകുമാറ് വിധത്തിൽ ആ ദഫ് മുകളിലേക്ക് പോയതാ മുട്ടിയിട്ട് തവാഫ് ചെയ്യുമ്പോ റിഫായി ശൈഖിന്റെ തലമുകളിലൂടെ സഞ്ചരിച്ചുവല്ലോ. അത്രയും വലിയ മഹാനായ റിഫായി ശൈഖ് തങ്ങളവരുകള് അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ വലിയ സ്ഥാനം ലഭിച്ച മഹാൻ. അവിടത്തെ ഭാര്യയോ ആ പെണ്ണുങ്ങൾക്ക് ദേഷ്യം വന്നാൽ ഇരുമ്പ് ചൂടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് വെക്കലാണ്. ചൊടി വന്നെങ്കിൽ ചട്ടും ചൂടാക്കുന്ന കൊണ്ടുപോയിട്ട് വെക്കുന്ന റിഫായി ശൈഖിന്. ഒരക്ഷരം പോലും അവിടത്തെ ഭാര്യയോട് മരണം വരെ തിരിച്ചങ്ങോട്ട് പറയാത്ത മഹാനാണ്. റിഫായി ശൈഖിന്റെ പെണ്ണുങ്ങൾ ചൂടാക്കിയിട്ട് വെച്ചിട്ട് നാളെ വെച്ചെങ്കിൽ നിങ്ങൾ പരലുണ്ടാവും. ഞാനാളല്ല ഇങ്ങനെ ബാലദിന് വന്നിട്ട് ഉസ്താദ് ചെല്ലി ഇരുമ്പ് ചൂടാക്കിയിട്ട് നിങ്ങൾ ഇരുമ്പ് ചൂടാക്കിയിട്ട് വെച്ചെങ്കിൽ പടക്ക കിട്ടുമ്പോ അതിനാട്ടി വലിയ ചൂട്ടിൽ കിട്ടും വരട്ടിക്ക്. പണ്ടത്തെ റിഫായി ശൈഖൊന്നും ഇല്ല ഇന്ന്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടെല്ലാം എന്താ കണ്ട ചൊടി വന്ന ഇരുമ്പ് ചൂടാക്കിയിട്ട് വെക്കാനെല്ലാം പോണ്ട. എന്നിട്ട് പോലും ഒരു പ്രതികാരമുണ്ടായിട്ടില്ല. അറിയുമല്ലോ, ശിഷ്യന്മാർ പറഞ്ഞല്ലോ ഭാര്യനെ ഒഴിവാക്ക, വേണ്ട വേണ്ട പൈസ തരാ വേണ്ട, എനിക്ക് അവളെ കൊണ്ട് കിട്ടുന്ന ആ ഇടങ്ങേറിന്റെ കൂലി അത് ഏത് ഇബാദത്തെടുത്തെങ്കിലും കിട്ടാല അല്ലേ. ചില പെണ്ണുങ്ങളെ ബായിന്ന് വരുന്ന പറ 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 കേട്ടതിന്റെ കൂലി ഒരു 10 അധികം ചിലപ്പോ അത്ര കിട്ടല്ല. എന്തെല്ലാം കേൾക്കുന്നില്ല എന്നോകളെ ഒക്കെ പിള്ളറങ്ങ് ചിരിക്കുന്നത്, പിള്ളേരുടെ പരല് കേട്ട് നിന്നു. പത്തല് ചൂടുമ്പോ ഇങ്ങനെ പറ 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 ചൊല്ലിക്കൊണ്ട് ചൂടുന്ന ദിക്റികൾ നേരിക്കണോ നോക്കുമ്പോ അതാത് എന്തുമല്ല. ഇത് ചെന്ന് എൻ്റെ ഉപ്പാക്ക് പണ്ട് ഈ മനാമത്തിന് പിടിച്ചിട്ട് കൊടുക്കുന്ന നാട്ടി അല്ല ഏടെങ്കിലും കൊണ്ടിട്ട് ഇളക്കിനെങ്കിൽ ഞാൻ ഏടെങ്കിലും പണിയെടുത്തിട്ടങ്ങ് ചെയ്യും. ഇതിങ്ങനെ കണ 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 അങ്ങനെ പറഞ്ഞോണ്ട് ചില ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെയൊന്നും ആവണ്ട. ഭാര്യമാർ അല്ലാഹു തആല നമുക്ക് തന്ന നിധികളാണ്, നമ്മുടെ രാജകുമാരികളാണവർ. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയണേ, അവരുടെ സന്തോഷങ്ങൾ കണ്ടറിയണേ, അവരുടെ ദുഃഖങ്ങൾ കണ്ടറിയണേ. നമ്മളോ അവളെ ഉപ്പ മരിച്ചു നിലവിൽ നമുക്ക് ഭയങ്കര സന്തോഷം, ജാഗ ഓതിയാവുമല്ലേ, അമലാമത്ത് നീങ്ങിയിട്ട് പോയെങ്കിൽ. എന്നിട്ടും ആണോ ജാഗല്ല ഓതിയാകണമെങ്കിൽ ഇത് കാത്തിരുന്നിട്ട് ഇത് വരക്കുന്ന അപ്പുറത്തോളുണ്ട് ഇപ്പുറത്ത്. പഠിച്ചോനെ വയസ്സായിട്ട് സീക്കുള്ളവരല്ലോ മെരിക്കൽ ഹൈറങ്ങൾ ഒരുക്കം മരിപ്പിച്ചിറല്ലാന്ന് 5 അക്കര ജാഗയുണ്ട്, ഓതിയായിട്ട് കിട്ടും 1.5 അക്കര കിട്ടുന്നു. കാരണം ഓള് കേട്ടാളെ എന്നിൻ്റെ അല്ല. പിന്നെ ഞാൻ മരിച്ച പിന്നെ നിൻ്റെ അയാൾ പോയിട്ട് പിന്നെ ജാഗ കിട്ടുകായിരിക്കും നമ്മളെ പിള്ളേർക്ക്. നമുക്ക് എന്തെങ്കിലും ജോലിയാക്കണമെങ്കിൽ അയാൾ പോയിട്ട് മണ്ണിൻ്റെ ഇടയിൽ കടന്നിട്ടാണോ, ഇല്ലെങ്കിൽ ഇപ്പോഴേ തരാൻ ചൊല്ലേ നിൻ്റെ ഉപ്പാട്, ഇല്ല ഞാൻ നേർച്ച വെച്ചിട്ട് കൊല്ലുവേ ആരെ. പിന്നെ ആണുങ്ങൾക്കറിയാം പെണ്ണുങ്ങൾക്ക് യാറെ ചൊടി പറഞ്ഞെങ്കിൽ എന്ത് ചെല്ലും. ചില പെണ്ണുങ്ങൾക്ക് ചൊടി വരുന്നില്ല. ചൊടി യാറെ വരണമെങ്കിൽ എന്താക്കണം അറിയോ, എന്താക്കണോ നോക്കാം. സുബൈ കട്ടക്കറി അങ്ങനെ ഡീലാക്കുന്നത് നോക്കാം. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ചൊടി പറഞ്ഞെങ്കിൽ എന്താക്കണം കണ്ട. നല്ല ഞാൻ മഞ്ഞിട്ട് നല്ല മനുഷ്യന്മാർ എന്തും അറിയാലോ. അങ്ങനത്തെ ബിസി തന്നെ ഗളാട്ടെ ഗുൽമാല് കൂടെ ഇമ്പമുള്ള കുടുംബം വേണ്ട ഞാൻ തോന്നുന്നു. അത്ര നല്ല നല്ല റാഹത്തുള്ള കുടുംബം തോന്നുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓളെ പേടിച്ചിട്ട് ഉണ്ടാത്തേന്ന് തോന്നുന്നു.
അല്ലേ? അങ്ങനെയും ആവാ, ചിലർക്ക് അങ്ങനെയുണ്ട്. അപ്പൊ എന്തായി, പെണ്ണുങ്ങൾക്ക് ഏറെ ചൊടി പറഞ്ഞെങ്കിൽ ഓളെ ഉമ്മാനെ ഉപ്പാനെ ചെല്ലണം അല്ലേ? ഒക്കെ ആയെങ്കും ഉണ്ടെന്നില്ല, എന്തൊരു ഓരോ ഉമ്മാനെ ഉപ്പാനെ എന്തെങ്കിലും ചൊല്ലിന്ന് കണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ബിസി എടുത്തെങ്കിൽ ജാഗ്രത. അപ്പാണ് നിങ്ങൾക്ക് ഒരു കൊസി, എങ്ങനെ അങ്ങ് ചൊടി കയറി. നിന്റെ ഉപ്പ മല്ലാമത്ത് നിന്റെ ഉപ്പ ശരി ഉണ്ടെങ്കല്ലേ വിത്ത് ഇത് ശരി ഉണ്ടെങ്കിൽ ഇത് ശരിയാന്ന് എല്ലാ കണക്കെന്നെ മുസീബത്ത്. എന്നോട് അന്നെ ചെല്ലി വേറൊരാൾ എൻ്റെ കാക്ക വേണ്ട വേണ്ട എല്ലാവരും താണ ജാതി എന്നല്ല ചെല്ലി ആയെങ്കിൽ എൻ്റെ ശനി എന്ത് ചെയ്യുന്നു. ഇങ്ങനെ എങ്ങനെ ഉമ്മാനെ ഉപ്പാനെ ഒക്കെ പറയാ. അങ്ങനെയല്ല, ഭാര്യക്ക് സന്തോഷമാകുന്നത് എന്തോ ആ രൂപത്തിലാണ് അവളെ വിളിക്കേണ്ടതും അവളെ ആശ്വസിപ്പിക്കേണ്ടതും അവളെ സന്തോഷിപ്പിക്കേണ്ടതും. അങ്ങനെയാണ്, ആ രൂപത്തിലാണ് ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന ഭർത്താവിന്റെ എല്ലാ തെറ്റുകളും അള്ളാഹു മായ്ച്ചു കൊടുക്കുകയാണ്. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭാര്യക്കൊരു നല്ല തണലായി, തുണയായി, ആശ്വാസമായി, സന്തോഷകാരനായിട്ട് ഭർത്താവ് ജീവിച്ചു പോയാൽ നിനക്ക് വയസ്സാകുമ്പോ, നിന്റെ വയസ്സെടുത്ത് വരുമ്പോ, ഇല്ലെങ്കിൽ എന്താക്കും, ഞങ്ങൾക്ക് വയസ്സ് വരുമ്പോ പറയും പണ്ട് ഭാര്യനി ഇപ്പൊ ഭാര്യ കയ്യിൽ നോക്കാം. പണ്ടെന്തെല്ലാം എങ്ങനത്തെ ഡയലോഗ്, ഇപ്പൊ കയ്യൊക്കെ മുണ്ടി നോക്കാം, കുട്ടിയിട്ടിട്ട് മുണ്ടിക്കാൻ നോക്കും, മുണ്ട് താക്കത്തുണ്ടെങ്കിൽ മുണ്ട് നോക്കാം. അപ്പൊ നമുക്ക് ബാറ്ററി ഇല്ല അല്ലേ? അപ്പൊ അങ്ങനെയാവരുത്. നല്ല സന്തോഷങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന, കൈമാറുന്ന ദാമ്പത്യ ജീവിതം അവനവൻ റബ്ബ് കൊടുത്തതിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് സന്തോഷവാന്മാരായി ജീവിക്കുന്ന അവസ്ഥകൾ വന്നാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ദിക്റുൽ ദുആ ചെയ്തോ, അല്ലാഹു ആ കുടുംബത്തിന് ബറക്കത്ത് ചെയ്യുന്നു. ഒരുമിച്ചിരുന്ന് ദുആ ചെയ്തോ, അല്ലാ എന്റെ ഭാര്യക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ചന്തവും നല്ല സ്വഭാവവും കൊടുക്കല്ലാ. അങ്ങനെ ദ്വാരക്ക. അപ്പൊ ചട്ട പിടിച്ചോണ്ട് വരും, എന്റെ സ്വഭാവം എന്ത് വെടക്കായിനെ, ഓടെ വെടക്കായിനെ, എന്റെ ജോറിന്റെ ദുആ ജോറുണ്ടാ. അങ്ങനെയും വരും ചില ആള്. എന്ത് വന്നാലും നല്ല സാവകാശത്തിൽ അവർക്ക് ദുആ ചെയ്യ, ഒരുമിച്ചിരുത്തിയിട്ട് ദുആ ചെയ്യ. പഠിച്ചോനെ എന്റെ ചൊടിയും കുറക്കല്ല, അതിനാട്ടി മുന്നേ എന്റെ യജമാനത്തിന്റെ ചൊടിയും കുറക്കല്ല. അങ്ങനെല്ലാം ദ്വാരക്ക് ഇടക്കിടക്കല്ലോ. ഇത് അയിമക്ക് കേൾക്കണം. പിന്നെ മര്യാദക്ക് ചോറെല്ലാം ചൂട് ചായെല്ലാം കിട്ടുന്നില്ലെങ്കിൽ പഠിച്ചോനെ എന്റെ ഭർത്താവിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും ബർക്കത്തും ഈ നല്ല സാലിയത്തായ പെണ്ണിനെ കിട്ടാൻ കാരണക്കാർ ഒരാൾ ഓർക്ക് നീ ബർക്കത്ത് കൊടുക്കല്ലാന്ന് പറയുമ്പോ മെല്ലെ ഇട്ടുകൊണ്ട് ഒരു നല്ല പായസം നെയ്യെല്ലാം ഇട്ടിട്ട് ഒന്നൊന്നര. അങ്ങനെ ഈ ആണുങ്ങളായവർക്ക് ഈ സോപ്പിങ് അറിയുന്നില്ല. എങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് ഞങ്ങൾ ചെല്ലണം. നിന്നെ കണ്ടെങ്കിൽ മംഗലായിനെ ചെല്ലല്ലേ. മുന്നാന്നൊരാൾ കേട്ട് അതാരി നിങ്ങളൊക്കെ ഉണ്ടായത് മോളാന്ന് കേട്ടു. 1 മാസത്തേക്ക് റീചാർജ് ആയി, എന്ത് തളിച്ചൂടില്ല, ഗിഫ്റ്റ് കൊടുത്തില്ല, എന്തും വേണ്ട. അന്നൊരുസരെല്ലാം അടുത്ത് ഇപ്പോഴെ നാളെ ചൊല്ലുക ചട്ടത്തിൽ കിട്ടു. എന്നോടാ കേണ്ണീന്ന് നാളെ ഇവ മറക്കുന്നു. പിന്നെ തുടങ്ങാം. അങ്ങനെ ചെല്ലും കൈ. ഒരാൾ കേട്ട് നിങ്ങളെ മോളാന്ന് കേട്ടു. അത്ര കേട്ട പിന്നെന്ത് ചെല്ലണ്ടേ വേണ്ട. 6 മാസത്തേക്ക് ചിലപ്പോ പോയെങ്കും പോയി. അങ്ങനെ ഒരു തളിച്ചൂടും ഇല്ല. നമ്മക്ക് കണ്ണില്ല, നമ്മ നേരെ ഉള്ള പോലെ തന്നെ ചെല്ലും. ഉമ്മാമാനാണ് എന്നെ കാണുന്നത്. അങ്ങനെ ചെല്ലിങ് എന്തോ ആന്നില്ല. അതൽ ആ രൂപ നല്ല ആശ്വാസമുള്ള നല്ല സ്മൂത്തുള്ള വാക്ക്. പണ്ടടുത്തും പറഞ്ഞ് നിന്റെ ഉപ്പാന്റെ തലേന്ന് ചൊടി വരുമ്പോൾ ചെന്നില്ലേ, അതൊരു പറച്ചല് പോലെ അല്ലേ. അങ്ങനെ ചെല്ലാൻ കാല ചൊടി ആറെ ബന്ധങ്ങൾ നിന്റെ പിതാവിന്റെ ശിരസ് നിലണോ. ഇതിന്റെ പിതാവ് അല്ലെങ്കിൽ ഉപ്പ ശിരസ് അല്ലെങ്കിൽ തല രണ്ടും ബിസി ഒന്നും. അത്ര ഇത് കേൾക്കുമ്പോ ഭാഗമുണ്ട്. ഇത് പിതാവിന്റെ ശിരസ് എന്നല്ല ചെല്ലുമ്പോൾ ഒരു ബൊമ്മാനിച്ചിരി ചെല്ലിയ പോലെ. അങ്ങനെ അപ്പൊ പറയാനും ഹിക്മത്തും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവരെ വേണ്ട വഴിക്കങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. ഹിക്മത്തിലൂടെ, സമാധാനത്തിലൂടെ, സന്തോഷത്തിലൂടെ ഈ ഭാര്യമാരെ കൊണ്ട് നടന്നാൽ നാളെ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യുമ്പോ അവർ തെറ്റിലകപ്പെട്ടു പോയാൽ, തിന്മയിലകപ്പെട്ടു പോയാൽ, ആരാന്റെ കൂടെ ഒളിച്ചോടിയാൽ, എവിടെയെങ്കിലും പ്രേമങ്ങളിൽ കുടുങ്ങിയാൽ, ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മളായി പോയാൽ കുല്ലുക്കും റായിൻ, എല്ലാവരും അല്ലാഹുവിന്റെ റസൂൽ നീണ്ട ഹദീസല്ലേ
ഓരോരുത്തരോടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവന്റെ ഉത്തരവാദിത്വത്തെ പറ്റിയിട്ട് ചോദിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് പള്ളി നോക്കാൻ ഒരുപാട് ആളുണ്ട്, സോഷ്യൽ വർക്കിന് ഒരുപാട് ആളുണ്ട്, ഉമ്മാക്ക് മക്കളും ഒരുപാടുണ്ട്. നിന്റെ ഭാര്യക്ക് ഭർത്താവ് നീ മാത്രമേ ഉള്ളൂ. ഭാര്യയെ സന്തോഷിപ്പിച്ചോ, ഭാര്യക്ക് റാഹത്ത് നൽകിക്കോ, ഭാര്യക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തോ. അങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയണം. നല്ല സൗഹൃദ